അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യ ഭാഗങ്ങളാണ് ഇതിനു മുമ്പ് നമ്മൾ ശ്രവിച്ചത്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ എന്തൊക്കെ കാരണത്താലാണ് സ്തുതിക്കുന്നത് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞ ആയത്തുകളായിരുന്നു കഴിഞ്ഞത്. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് സൂറത്തുൽ ഫാത്തിഹ കടന്നു ചെല്ലുന്നത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇയ്യാക, ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം, നിന്നെ തന്നെ എന്നൊക്കെ അർത്ഥമില്ലാതെ ഉപയോഗിക്കാം. ഇയ്യാക നിന്നെ മാത്രം, അല്ലെങ്കിൽ നിനക്ക് മാത്രം, നിന്നെ തന്നെ എന്നർത്ഥത്തിൽ. രണ്ടാമത് വ ഇയ്യാക നസ്തഈൻ വരുന്നിടത്ത് നിന്നോട് തന്നെ, നിന്നോട് മാത്രം എന്ന അർത്ഥത്തിൽ. ഇയ്യാക നഅ്ബുദു, നഅ്ബുദു എന്ന് പറഞ്ഞാൽ നഹ്നു നഅ്ബുദു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നഹ്നു നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ഇയ്യാക ചേർത്ത് പറയുമ്പോൾ നിന്നെ മാത്രം, നിന്നെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇയ്യാക നഅ്ബുദു, അബദ യഅ്ബുദു, അതിൽ നിന്നാണ് ഇബാദത്ത് വരുന്നത്. അബദ എന്നാണ് ആരാധിച്ചു. ഇബാദത്തുൻ ആരാധന, അതിന് അനുസരണം, പുണ്യകർമ്മം, കീഴ്പ്പെടൽ, ഭക്തി അർപ്പിക്കൽ, വഴിപാട്, താഴ്മ പ്രകടിപ്പിക്കൽ, വണക്കം, ആരാധന, പൂജ, സേവ, പ്രീതിപ്പെടുത്തൽ, ഈ അർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കും. ഇതൊക്കെ, ഈ അർത്ഥങ്ങളൊക്കെ വിനയത്തിൻ്റെയും താഴ്മയുടെയും ഒരംശം ഇതിലൊക്കെ കാണാം. അപ്പോൾ ആരാധന അർപ്പിക്കുമ്പോൾ പ്രധാനമായും ആ ഇബാദത്ത് എന്നതിൻ്റെ അർത്ഥത്തിൽ വരുന്നതാണ് എന്ത്, ഈ ഒരു കീഴ്വണക്കം, കീഴ്വണക്കത്തോടുകൂടി, താഴ്മയോടുകൂടി. അത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അക്സാ ഓയത്ത തദല്ലുലി വൽ ഖുശൂഅ്, അങ്ങേയറ്റത്തെ താഴ്മ, അതാണ് ഇബാദത്ത്. അപ്പോൾ ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ അത് നിന്നെ കീഴ്പ്പെട്ടുകൊണ്ട്, നിന്നോട് താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. നഖ്ശഉ വനദുല്ലു വനസ്തകീനു, ഒക്കെ തന്നെ പദങ്ങൾ. താഴ്മ കാണിക്കുക, കീഴ്പ്പെടുക, ഒതുങ്ങി നിൽക്കുക, ഇതൊക്കെ നിനക്ക് ഇഖ്റാറിലക്ക, നിനക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട്, നിനക്ക് സമ്മതിച്ചുകൊണ്ട്. യാ റബ്ബന ബിർറുബൂബിയ്യ ലാ. അപ്പോൾ റബ്ബ് എന്നത് നീ മാത്രമാണ്. നമ്മൾ തൗഹീദിൻ്റെ 3 ഭാഗങ്ങൾ പഠിക്കാറുണ്ടല്ലോ. അതിൽ റബ്ബ് എന്ന ഭാഗം, റുബൂബിയ ലാ ലിഗൈരിക, അത് നിനക്ക് മാത്രമുള്ളതാണ്, മറ്റാർക്കും ഇല്ലാത്തതാണ്. ഇയ്യാക നഅ്ബുദു, ജിബ്രീൽ അലൈഹി സ്വലാം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയ്യാക നുവഹിദു, നിന്നെ മാത്രം ഏകനാക്കുന്നു ഞങ്ങൾ. വ നഖാഫു, നിന്നെ മാത്രം നിന്നെ ഭയപ്പെടുന്നു. വനർജു, നിന്നിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. യാ റബ്ബന, ഞങ്ങളുടെ നാഥ, ലാ ഗൈറക, നീയല്ലാതെ യാതൊന്നിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അർറജാഉ വൽ ഖൗഫ്, ഇങ്ങനെ പ്രതീക്ഷയും ഭയവുമൊക്കെ അത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? താഴ്മയോടുകൂടി, എല്ലാമാതില്ലത്തിൻ, അത് താഴ്മ കീഴ്വണക്കത്തോടു കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരാളെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഒരാളെ ഭയപ്പെടുകയുള്ളൂ. അന്നൽ ഉബൂദിയത്ത ഇന്ദ ജമീഇൽ അറബി അസ്ലുഹ അദില്ല. അറബി ഭാഷയിൽ തന്നെ ഉബൂദിയത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിനെ കീഴൊതുങ്ങുക എന്നതാണ്. വന്നഹ തുസമ്മ ത്വരീഖുൽ മുദല്ലൽ, ഇപ്പോൾ സാധാരണ നടന്ന് പാകപ്പെടുത്തപ്പെട്ട വഴികൾക്ക് അത്വരീഖുൽ മുദല്ലൽ എന്ന് പറയാറുണ്ട്. അതുപോലെ അത്വരീഖുൽ മുഅബ്ബദ് എന്നും പറയാറുണ്ട്. അൽ ബഈറുൽ മുദല്ലൽ എന്ന് പറയുന്നുണ്ട്. തനിക്ക് വേണ്ടി വളർത്തിണ്ടാക്കുന്ന പാകപ്പെടുത്തപ്പെട്ട ഒട്ടകങ്ങൾക്ക് അൽ ബഈറുൽ മുദല്ലൽ ബിർറുകൂബി ഫിൽ ഹവായിജി മുഅബ്ബദൻ, തൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ
അതിനെ പാകപ്പെടുത്തിക്കൊണ്ടായി അതിന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഅബ്ബദ് ഇബാദത്ത് അതിൽ നിന്നാണ് അബ്ദ് എന്ന പദം, അടിമ എന്ന പദം വരുന്നത്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ. അപ്പോൾ അബ്ദൻ ലിദില്ലത്തിഹി ലി മൗലാഹു, യജമാനന് അതിൻ്റെ അടിമ, യജമാനൻ്റെ അടിമ എത്രത്തോളം കീഴൊതുങ്ങിക്കൊണ്ടാണോ അയാൾക്ക് മുന്നിൽ ജീവിക്കുന്നത്, അതുപോലെ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിന് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. വയ്യാക റബ്ബന നസ്തഈനു അലാ ഇബാദത്തിന, ഞങ്ങൾക്ക് ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനുള്ള സഹായം റബ്ബെ നിന്നോട് ഞങ്ങൾ തേടുന്നു. അപ്പോൾ നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ നമുക്ക് ലഭിച്ച മാർഗങ്ങളിലൂടെ മനസ്സിലാക്കിയ രൂപങ്ങളിലൊക്കെ നമ്മൾ നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും അത് സ്വീകരിക്കാൻ, അത് ശരിയായ രൂപത്തിലായിത്തീരാൻ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവണം. അതുപോലെ തന്നെ കൃത്യമായി നമ്മൾ ഒരു നമസ്കാരത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം, അള്ളാഹുവേ നിനക്ക് ആരാധനാ കർമ്മം നിർവഹിക്കാനാണ് ഞാൻ പോകുന്നത്, അതിന് നീ തൗഫീക്ക് നൽകാനുള്ള പ്രാർത്ഥന ഉണ്ടാവണം. അതാണ് ഇയ്യാക റബ്ബന നസ്തഈനു അലാ ഇബാദത്തിന ഇയ്യാക വതഅത്തിന ലക, നിന്നെ അനുസരിക്കാനുള്ള അതിനുള്ള തൗഫീക്കും നീ ഞങ്ങൾക്ക് നൽകണമേ. ഒഫി ഉമൂരിന കുല്ലിഹ, എല്ലാ കാര്യത്തിലും നിൻ്റെ സഹായം ഉണ്ടാവണേ. ലാ അഹദൻ സിവാക്ക, നീ അല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെ സഹായം ചെയ്യാൻ കഴിയില്ല. ഇത് കാനമ യക്ഫുറു ബിക യസ്തഈനു ഫി ഉമൂരിഹി മഅബൂദഹുല്ലദീ യഅബുദുഹു മിനൽ ഔസാനി ദൂനക, നിന്നെ കൂടാതെ ആരാധിക്കുന്ന ആളുകൾ അവർ വിഗ്രഹത്തെയോ മറ്റോ ആരാധിക്കുമ്പോൾ അവയോടാണ് സഹായം തേടുന്നത്. പക്ഷേ നഹ്നു ബിക നസ്തഈനു ഫി ജമീഇ ഉമൂരിന മുഖ്ലിസീൻ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ നിന്നോട് മാത്രമാണ് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. ലക്കൽ ഇബാദ, നിനക്ക് വേണ്ടിയാണ്, നിനക്കാണ് ഞങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇയ്യാക്ക എന്ന് പറയുമ്പോൾ നഹുസുക, നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. വഹദക, നിന്നെ മാത്രം. ബിൽ ഇബാദത്ത്, ഇബാദത്ത്, അപ്പോൾ അള്ളാഹിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അതുപോലെ നഹുസുക വഹദക ബിൽ ഇസ്തിആന, സഹായം തേടുക എന്നുള്ളത് ഫി ജമീഇ ഉമൂരിന, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും ഫലംറു കുല്ലുഹു ലില്ലാഹ് തബാറക വ തആല, അള്ളാഹുവിനുള്ളതാണ് എല്ലാ കാര്യങ്ങളും. ഫഹുവല്ലദീ യുസയ്യിറുൽ അസീറ വയുഖർരിബുൽ ബഈദ, പ്രയാസമുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുന്നവൻ അള്ളാഹുവാണ്. വയുഖർരിബുൽ ബഈദ, ദൂരെയുള്ളതിനെ അടുപ്പിക്കുന്നവൻ അവനാണ്. വഹുവല്ലദീ യുവഫ്ഫിഖു ലിൽ ഹുദാ, നേർമാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതിന് തൗഫീക്ക് നൽകുന്നവനാണ് അവനാണ്. വഹുവല്ലദീ യുഈനു അല ത്വാഅതി, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള സഹായം നൽകുന്നവനും. വ തഹഖീഖി മതാലിബി ദുനിയവിയ വലുഖ്റവിയ, ഇഹലോകത്തെയും പരലോകത്തെയും മുഴുവൻ ആവശ്യങ്ങളുടെയും അതിനൊക്കെ സഹായം നൽകുന്നവൻ അള്ളാഹുവാണ്. ലിഅന്നഹു ഹുവല്ലദീ യംലിക്കു ദുനിയ വൽ ആഖിറ, ഇഹലോകവും പരലോകവും ഉടമപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. ആ നിലക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന് അള്ളാഹിൻ്റെ മുന്നിൽ നമ്മളൊരു പ്രതിജ്ഞ പോലെ പറയുകയാണ്. വഹാദിഹിൽ ആയ തദുല്ലു അലാ അന്നഹു ലാ യജൂസു ലിൽ അബ്ദി ബിഹാലി മിനൽ അഹ്വാൽ അൻ യസ്രിഫ ഷൈഅൻ മിൻ അൻവാഇൽ ഇബാദ ഇലാ ഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്ത മറ്റൊന്നിലേക്കും ഒരടിമ ഒരവസ്ഥയിലും ഇബാദത്ത് ചെയ്യുക എന്നത് പാടില്ല എന്നാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനോടല്ലാതെ ആ രംഗത്ത് സഹായം തേടാനും പാടില്ല. ലിഅന്നഹു യഖൂൽ, കാരണം അവൻ പറയുന്നത് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. കാമാ അന്നഹു ഇദസ്തആൻ, സഹായം തേടുമ്പോൾ അങ്ങനെ തന്നെ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാ, വല്ലതും ആവശ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊള്ളുക. ഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാ, ഏതെങ്കിലും സഹായം തേടുകയാണെങ്കിൽ നീ അള്ളാഹുവോട് സഹായം തേടുക. ഫഹാദിഹിലായ ഫിഹാ ശിഫാഉൽ ഖുലൂബി മിൻ ദാഇ തഅല്ലുഖി ലിഗൈരില്ലാഹി തബാറക വതആല, അള്ളാഹു അല്ലാത്ത എന്തിനോടെങ്കിലും ബന്ധപ്പെടുക എന്ന
ആ രോഗത്തിൽ നിന്നുള്ള ശിഫയാണ്, ശമനമാണ് ഈ ആയത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വഫിഹാ ശിഫാഉ മിൻ ഇലലി റിയാഇ വൽ ഉജ്ബി വൽ കിബ്രി വമാ ഇലാ ദാലിക. റിയാ എന്ന രോഗം, മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ചെയ്യുക, അതുപോലെ താൻ ചെയ്യുന്നത് തനിക്ക് മാത്രം ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം, അഹങ്കാരം, ഇതിലേക്കൊക്കെ പോകുന്നതിൽ നിന്ന് ഈ ആയത്ത് നമ്മെ തടയുന്നു. അതുപോലെ അല്ലമല്ലാഹു ഇബാദഹു കൈഫ യസ്അലൂനൽ ഹിദായ ഇല സിറാത്തിൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഹിദായത്ത് നൽകാൻ അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ഈ വന്ന ആയത്തുകളൊക്കെ. അപ്പം നമ്മൾ താഴ്മയിൽ നിന്നും വിനയത്തിൽ നിന്നും മാത്രമല്ല, സ്നേഹത്തിൽ നിന്നും ഭയപ്പാടിൽ നിന്നും കൂടിയാണ് ഇബാദത്ത് രൂപം കൊള്ളുന്നത്. സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഭയത്തിൻ്റെയും പൂർണ്ണതയെ ഒരുമിച്ച് കൂടുന്ന കാര്യത്തിന് പറയപ്പെടുന്ന വാക്കാണ് ഇബാദത്ത്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ അവൻ്റെ ആരാധ്യ വസ്തുക്കളെ അത്യധികം സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിൽ നിന്നാണ് അവയോടുള്ള താഴ്മയും ഭക്തിയും ഉടലെടുക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തി ഒരു വസ്തുവിലുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് അതിനോടുള്ള സ്നേഹവും ഭയവും അധികമാകുന്നത്. അല്ലാഹു പറയുന്നത് വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുന്നവർ, യുഹിബ്ബൂനഹും അവർ അവരെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, കഹുബ്ബില്ല അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ, വല്ലദീന ആമനു യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ, അശദ്ദു ഹുബ്ബല്ലില്ല അള്ളാഹുവിനോടാണ് ഏറ്റവും കഠിനമായി അള്ളാഹുവിനോടാണ് സ്നേഹം പ്രകടിപ്പിക്കുക. അപ്പോൾ ഈ താഴ്മയോടെ സ്നേഹത്തോടെ നമ്മൾ ആരാധനാകർമ്മം ചെയ്യുമ്പോഴേ അത് ആരാധനയായി മാറുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിന്നെ അള്ളാഹുവിനോടാണ് നമ്മൾ എല്ലാ കാര്യത്തിലും സഹായം തേടുന്നത്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനിൽ നാം കാണുന്ന കഴിവുകൾ, ആ കഴിവിൽ ആ മനുഷ്യനോട് നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ ആ കഴിവ് പ്രകടിപ്പിക്കാനും അത് പൂർത്തീകരിക്കാനുമുള്ള കഴിവും തൗഫീഖൊക്കെ നൽകുന്നത് അള്ളാഹുവിനോടാണ്. ആ നിലക്കാണ് നാം അള്ളാഹുവിനോട് സഹായം തേടുന്നത്. നമ്മളിപ്പോൾ ഒരു എഴുതാനറിയുന്ന ഒരാൾ, എഴുതാനറിയാം, വായിക്കാനറിയാം, അക്ഷരങ്ങളൊക്കെ കൃത്യമായി അറിയാം, എഴുതാൻ കഴിയും ചെയ്യും. എഴുതാനൊരു പേനയും ഒരു കടലാസും മതി. പക്ഷേ നമ്മുടെ മനസ്സിൽ അപ്പോൾ എഴുതണമെന്ന് ഏതൊക്കെ രൂപത്തിൽ എഴുതണമെന്നും അത് എങ്ങനെ എഴുതണമെന്നും കൃത്യമായി അത് എഴുതാനുള്ള കഴിവുമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നത്, അതിൻ്റെ കഴിവ് തരുന്നതൊക്കെ അള്ളാഹുവാണ്. അതുപോലെ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ ഓർമ്മ വരാൻ അത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. പിഴക്കാതെ രേഖപ്പെടുത്താൻ അള്ളാഹു നമുക്ക് കഴിവ് തരണം. തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടാവണം. ഇങ്ങനെ ഓരോ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായത്തോട് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. അള്ളാഹുവിനെ നാം ആരാധിക്കുന്നു, അള്ളാഹുവിനോട് നാം സഹായം തേടുന്നു. ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഓരോ ദിവസവും ഫാത്തിഹ ഓതുമ്പോൾ, ഓരോ നമസ്കാരത്തിലും ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നതാണ്. ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.